ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ളത് നേരത്തെ എക്സിക്യൂട്ടീവ് അംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചർച്ചയിലേക്ക് പോവാണ്. ഒരു എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും? പ്രതീക്ഷയോടെയാണോ ചർച്ചയ്ക്ക് കയറുന്നത്? സെക്രട്ടറി മാത്രമാണ് വളരെ പ്രതീക്ഷയോടെയാണോ കയറുന്നത്? അനുജ അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം എത്രത്തോളം പോസിറ്റീവ് വരും? വളരെ പ്രതീക്ഷയോടെയാണോ ചർച്ചയ്ക്ക് പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പോസിറ്റീവാണ് ജീവിതത്തിൽ. ഈ ഒരു വിഷയം ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ്. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ചർച്ചയെ എന്ന ചോദ്യത്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പോസിറ്റീവാണ് എന്ന മറുപടി അദ്ദേഹം നൽകുന്നത്. കൃത്യമായി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബിനോയ് വിശ്വം എത്തിച്ചേർന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ടാകും. നേരത്തെ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമവായ നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. ചർച്ച തീരും വരെ കടുത്ത തീരുമാനം കൈക്കൊള്ളരുത് എന്നൊരു അഭ്യർത്ഥനയും മുഖ്യമന്ത്രി ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടത്തി എന്നാണ് നമ്മൾ അല്പസമയം മുൻപ് പുറത്തുവിട്ട വാർത്ത. അതനുസരിച്ച് ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങിയിരിക്കുന്നു. ഇതിലൊരു സമവായം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. മുഖ്യമന്ത്രി എന്താകും പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം CPIയുടെ യോഗങ്ങൾ എക്സിക്യൂട്ടീവ് യോഗം ഉൾപ്പെടെ വീണ്ടും ചേരും എന്നതാണ്. അതിലാകും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.